പുതിയ മന്ത്രിസഭാ രൂപീകരണം വന്നതിന് ശേഷം ഇനിയിപ്പം യൂത്ത് കോൺഗ്രസിൽ പുതിയ മാറ്റം വരാൻ പോകുന്നത്, അതായത് നേതൃമാറ്റം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളിലും മാറ്റം വരാൻ പോകുന്നത്. കാരണം ഒ ജെ ജനീഷ് കുമാർ മന്ത്രിയായ സ്ഥിതിക്ക് പുള്ളി എന്തായാലും മാറി നിൽക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഇപ്പം മുന്നിൽ നിൽക്കുന്ന 2 പേരെന്ന് പറയുന്നത്, ഒന്ന് ബിനു ചുള്ളിയിലും VP അബ്ദുൾ റഷീദ്, അതായത് പിണറായി വിജയനെതിരെ മത്സരിച്ച ആളാണ്. അപ്പം ഇവർക്ക് 2 പേർക്കുമാണ് ഇപ്പം മുൻതൂക്കം. അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് വരാനുള്ള പേരിൽ മുന്നിൽ നിൽക്കുന്ന ഇവർ 2 പേരുമാണ്. അതിൽ ബിനു ചുള്ളിയിൽ ഈ വന്നിട്ട് KC പക്ഷത്തും അബ്ദുൾ റഷീദ് അബ്ദുൾ പറയുന്ന ചെന്നിത്തലയുടെ പക്ഷത്തുമാണ്. അപ്പോൾ അതിൽ വലിയ അടി ഇനി നടക്കാൻ പോകുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ കണ്ടതാണ്, ഈ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്, എബിൻ വർക്കി, ഒ ജെ ജനീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അടി കണ്ടു. അതിലും വലിയ അടി ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആണിപ്പോ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ ബിനു ചുള്ളിയിൽ. അപ്പം അദ്ദേഹം ഇപ്പം രമേശ് ചെന്നിത്തല, പിന്നെ KC വേണുഗോപാൽ എന്ന് പറയുന്ന 2 പക്ഷം ഇറങ്ങിയുള്ള കളിയാണ്. ഇതിൽ ഇനിയിപ്പം രമേശ് ചെന്നിത്തലയോട് അനുനയം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം എന്ന് പറയുന്ന അദ്ദേഹം ആവശ്യപ്പെട്ട വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇനി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്ക് അവകാശവാദമൊന്നും ഉന്നയിക്കാൻ പറ്റില്ല. ഇന്ന ആളിനെ ഇന്ന ആളാക്കണം, ഇന്ന ആളിനെ ഇന്ന ആളാക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. VD സതീശനെ സംബന്ധിച്ചിടത്തോളം AICCക്ക് മുന്നിലേക്ക് ഇനി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചെല്ലാനും പറ്റത്തില്ല. എൻ്റെ പകരം അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരാളെ അവിടെ KPCC പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റില്ല. ഇവിടെ KC വേണുഗോപാലിന്റെ പക്ഷമാണ് ഈ ബിനു ചുള്ളിയിൽ എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹം നേരത്തെ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഇതിന്റെ. VP റഷീദിനെ അബ്ദുൾ റഷീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തവണ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ചു. പിണറായി വിജയനെ 5 റൗണ്ടുകളിൽ പിന്നിലാക്കിക്കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു നേതാവാണ് VP അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം നേരത്തെ പിന്നെ തളിപ്പറമ്പിൽ ഗോവിന്ദ മാഷിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരാജയപ്പെട്ടിരുന്നു. അപ്പം ഈ രീതിയിലൊരു പശ്ചാത്തലമുള്ളതും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അവരുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന VP അബ്ദുൾ റഷീദ്. പ്രായക്കുറവാണ്, 36 വയസ്സേ ഉള്ളൂ. അപ്പം ഈ ചെറുപ്പക്കാരനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ രമേശ് ചെന്നിത്തല ഇവന്റെ അല്ലെങ്കിൽ ഈ അബ്ദുൾ റഷീദിന്റെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്, അവിടെ ധർമ്മടം എന്ന് പറയുന്ന പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ 5 റൗണ്ടുകൾ എണ്ണി തീർന്നപ്പോഴും പിണറായി വിജയനെ പിന്നിൽ നിർത്താൻ സാധിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് അബ്ദുൾ റഷീദിനെ പരിഗണിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് താല്പര്യം ഈ പറയുന്ന അബ്ദുൾ റഷീദിനെ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെന്നിത്തലയ്ക്ക് ഇനി അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. മൗലികമായും പറ്റില്ല, നിയമപരമായും ജനാധിപത്യപരമായിട്ടും AICCയുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ചെന്നിത്തല എന്താണോ ചോദിച്ചത് അത് കൃത്യമായി ചെന്നിത്തലയുടെ കയ്യിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടി, സമാധാനമായി അവരുടെ തിരുന്നിനി ആഭ്യന്തര വകുപ്പ് ഭരിച്ചാൽ പോരെ. ചെന്നിത്തലയ്ക്ക് ഇതിന് മുൻപ് ആഭ്യന്തര വകുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ആഭ്യന്തര വകുപ്പ് വെച്ച് കൃത്യമായി കാര്യങ്ങൾ അങ്ങ് ഓടിച്ചുകൊണ്ട് പോയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഇനിയും ഈ പറയുന്ന പാർട്ടിയുടെ ഇന്റേണൽ ഇഷ്യൂയിലേക്ക് കയറി ഇടപെടേണ്ട ആവശ്യമില്ല. പാർട്ടി വേറെയായി നിൽക്കുക, ഈ പറയുന്ന ഔദ്യോഗിക പക്ഷമായിട്ട്, പാർലമെന്ററി പക്ഷവും ഔദ്യോഗിക പക്ഷമായിട്ട് എന്നോട്ടെ. ഇവിടെ KC വേണുഗോപാലിന് ഒരിക്കൽ പോലും, ഇനി അങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് മനസ്സിലാവും, KC വേണുഗോപാൽ ഇനി വേണുഗോപാൽ പക്ഷത്തുള്ള വേറെ ഏതൊരാളെ കൊണ്ടുവന്ന് ഇറക്കി നിർത്തിയേക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരാളെ അവിടെ പിന്നെ ഇതിന്റെ അധ്യക്ഷനാക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ KC വേണുഗോപാലിന് മന്ത്രിസഭയിൽ ശരിക്കും പിടിപാടുണ്ട്. KC വേണുഗോപാലിന്റെ ഏകദേശം ഇന്ന് 12 മന്ത്രിമാരുണ്ടെങ്കിൽ അതിൽ 9 മന്ത്രിമാര് KC വേണുഗോപാലിന്റെ പക്ഷത്ത് നിന്നുള്ളവർ തന്നെയാണ്. ജനീഷ് അടക്കമുള്ള നേതാക്കന്മാര് അല്ലെങ്കിൽ മന്ത്രിമാര്, ഇത്രയും മന്ത്രിമാരെ വളരെ കെയർഫുൾ ആയിട്ട് മന്ത്രിസഭയിൽ എത്തിച്ചു കഴിഞ്ഞു KC വേണുഗോപാൽ. ഇനി അവിടെ കഴിയുന്നുണ്ടോ? ഇല്ല. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാത്തിന്റെയും മൊത്തം പിടി തന്റെ കയ്യിലിരിക്കണം. എന്ന് വെച്ചാൽ ഇനി ചെന്നിത്തല കിടന്ന് തലകുത്തി മറിഞ്ഞാലും ശരി, VD സതീശൻ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിനെ പിൻസീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യണം. എനിക്ക് ഗവൺമെന്റിനെ പിൻസീറ്റ് ഡ്രൈവ് ചെയ്യണം എന്നുള്ളതാണ്. പുറകിലിരിക്കുക, ഡ്രൈവ് ചെയ്യുക, ഇതാണ്.
അപ്പൊ ഇവിടെ നമ്മൾ എന്നിട്ട് ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിന്റെ ബ്രെയിനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതാണ് കാരണം. ഇതിലൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പലരും നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന ഒരാള് പലരും പറയുന്നതനുസരിച്ച് ഈ ടൈം പൂർത്തിയാക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ ആൾക്കാർ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വലിയ കോടാക്കൊള്ളി അല്ലെങ്കിൽ ഒരു പുള്ളി നിൽക്കുന്നത് ഈ പത്മവ്യൂഹം എന്ന് പറയുന്ന സാധനമുണ്ട്, തീ ചവിട്ടി നിൽക്കുക. ഈ ചക്രവ്യൂഹം എന്ന് പറയുന്ന സാധനം ഈ മഹാഭാരതത്തിലുള്ളതാണ്. അതായത് എതിരാളിയെ ഈ ചക്രവ്യൂഹത്തിനുള്ളിൽ ഉൾപ്പെടുത്തുക, അതിനതുകൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാനും ഇറങ്ങാനും അറിയണമെന്നാണ് പറയുന്നത്. ചക്രവ്യൂഹത്തിനകത്തേക്ക് അതിക്രമിച്ച് അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് കയറുന്ന ഒരാൾ കയറിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങിയാൽ അയാൾക്ക് ജീവൻ രക്ഷപ്പെടും. തിരിച്ചിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഇവരെല്ലാം കൂടി കൊല്ലും എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ ചക്രവ്യൂഹം. അപ്പം ശരിക്കും ഈ VD സതീശൻ ചക്രവ്യൂഹത്തിനകത്ത് അകപ്പെട്ടിരിക്കുകയാണോ എന്നാണ് പലരും സംശയിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ബാക്കിയുള്ള മന്ത്രിമാരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിന്റെ KC പക്ഷക്കാരാണ്, KCയുടെ അനുകൂലികളാണ്. അപ്പൊ പിന്നെ ബാക്കി എന്ത് ചെയ്യും? ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനിയും മുസ്ലിം ലീഗിന്റെ കുറച്ച് 5 മന്ത്രിമാരാണ്. 5 പേരേ ഉള്ളൂ അവർക്ക്. മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാര്. അവിടെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മോൻസ് ജോസഫ് മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. പിന്നെ ഉള്ളത് ഒന്ന് നമ്മുടെ RSPയും പിന്നെ CP ജോണും. ഇത്രയും പേരാണ് മന്ത്രിമാരായിട്ട് അല്പമെങ്കിലും VD സതീശനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ്. ഇനിയും KC വേണുഗോപാലിന്റെ അടുത്ത ലക്ഷ്യം എന്താ? ഇനി KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് സ്ഥാനമൊഴിയുന്ന മുറയ്ക്ക് ഇപ്പം അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പം ഒരു വകുപ്പ് അദ്ദേഹത്തിന് വൈദ്യുതിയും കണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സാധനം. കാര്യം അത് KSEB എന്ന് പറഞ്ഞ ബോർഡാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ബോർഡാണ് KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഈ ബോർഡാണ് ഇതിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അല്ലാതെ മന്ത്രിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മന്ത്രി പിന്നെ ഇതിൽ എന്താ പറയുക ഓവർവ്യൂ ചെയ്യുന്നു എന്ന് മാത്രം, ഒരു മേൽനോട്ടം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് മന്ത്രിക്ക് KSEB-യുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തലവേദന പിടിച്ച പണിയൊന്നും ചെയ്യാനില്ല. സോ KSEB-യുടെ ഒരു മിനിസ്റ്ററായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത പുണ്യജന്മം. അതുകൊണ്ടാണ് കഴിഞ്ഞ മിനിസ്ട്രിയിൽ K. കൃഷ്ണൻകുട്ടി അതിന്റെ തലപ്പത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയിലൂടെ നടന്നു പോകുന്ന ചില പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി വൈദ്യുതി മേഖലയിൽ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ആ മന്ത്രിയെ കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായാലും ഘടകകക്ഷിയിൽപ്പെട്ട മന്ത്രിയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കി. ഇനിയും ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ? ഇനി ഇവിടെ KPCC-യിൽ തൻ്റെ ഒരാൾ വരണം. KPCC-യിൽ ഒരു പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ഔദ്യോഗിക അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിലേക്ക് തൻ്റെ ആൾക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. 100% ഉറപ്പാണ്. അപ്പൊ KPCC-യും കൂടെ തൻ്റെ കൈപ്പിടിയിലേക്ക് എത്തിച്ചു. KPCC എത്തി. ഇപ്പോൾ ഓൾറെഡി AICC ഉണ്ട്. മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ എണ്ണം കൊണ്ട് പ്രാമുഖ്യമുണ്ട്. MLA-മാരിൽ കൂടുതൽ ഈ പറയുന്ന വേണുഗോപാലിന്റെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പം ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനെ കൂടെ തന്റെ വരിയിൽ കൊണ്ടുവരിക. ഇപ്പൊ ഈ KC വേണുഗോപാലിനെ രമേശ് ചെന്നിത്തല അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരിൽ ആർക്കായിരിക്കും? ഈ ബിനുവിനാണോ അബ്ദുൾ റഷീദിനായിരിക്കുമോ ഏറ്റവും കൂടുതൽ യോഗ്യത? ബിനു ചുള്ളിയിൽ നിലവിൽ അതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നത് കൊണ്ട് തന്നെയും അതോടൊപ്പം തന്നെ ബിനു ചുള്ളിയിൽ കഴിഞ്ഞ തവണ ഈ പറയുന്ന മത്സര രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ടും ചുള്ളിയിലിന് സാധ്യത കൂടുതലുണ്ട്. ശരിക്കും ചുള്ളിയിലിന് സാധ്യതയുണ്ട്. പിന്നെ സാമുദായിക സമവാക്യങ്ങൾ ഒത്തുവരില്ല എന്നുള്ളത് മാത്രമായിരിക്കും അതിന്റെ ഒരു പ്രശ്നം. പിന്നെ അബ്ദുൾ റഷീദിനെ പോലെ ഒരാളെ ഇനി ഇവിടെ കൊണ്ട് നിറക്കണോ, ഒരു ന്യൂനപക്ഷ പ്രീണനമായി പോകുമോ എന്ന് പറയുന്ന വേറൊരു തലം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കില്ല, ഇപ്പൊ മിക്കവാറും ഷാഫി പറമ്പലിനോടെ നിറക്ക് വീഴും. ഇപ്പൊ ഷാഫി പറമ്പലിന് KPCC-യുടെ നിറക്ക് വീഴും. ഇപ്പൊ പുള്ളി അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉപാധ്യക്ഷനാണ്. അപ്പൊ KPCC-യുടെ ഉപാധ്യക്ഷനായിരിക്കുന്ന ആളിന് വേണമെന്നുണ്ടെങ്കിൽ KPCC അധ്യക്ഷനാകാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷക്കാരൻ വരും. അപ്പൊ സ്വാഭാവികമെന്നോണം വീണ്ടും ഇവിടെ ഒരു ന്യൂനപക്ഷക്കാരനെ കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തലത്തിൽ വരും. പിന്നെ അത് ഷാഫിക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലാണല്ലോ ന്യൂനപക്ഷ മുഖം എന്ന് പറയുന്നത്. ഇപ്പം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഷാഫിയാണ് ന്യൂനപക്ഷത്തിന്റെ വക്താവ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. ആര്യാടൻ ഷൗക്കത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ ആ തലത്തിൽ ആരും കാണുന്നില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷെ ഷാഫി അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഷാഫി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കളികളും ഷാഫി പറമ്പിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഷാഫി പറമ്പിലായിരിക്കും പ്രാധാന്യം. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിനകത്തേക്കും കൂടെ ആ രീതിയിലൊരു മുസ്ലിം ആളിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് ഇറക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന VP അബ്ദുൾ റഷീദിന് വലിയ സാധ്യത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുക എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അപ്പോൾ അതിന്
ബിനു ചുള്ളിലിനെ തന്നെ കൊണ്ടുവരാനാണ് സാധ്യത. അപ്പൊ സാമുദായിക സമവാക്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ KC പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ ഇനിയിപ്പം KSUവിൽ ഒരു പക്ഷേ ഇപ്പൊ അലോഷ്യസ് സേവ്യർ ആണ്. അപ്പം അലോഷ്യസ് സേവ്യർ നേരത്തെ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ സീറ്റ് മാറിപ്പോയതിന്റെ പേരിലൊക്കെ അലോഷ്യസ് സേവ്യർ രാജിവെക്കുന്നു എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറി ഇപ്പൊ അലോഷ്യസ് സേവ്യർ തിരിച്ച് രാജിവെക്കാതെ നിലനിൽക്കുന്നു. അപ്പൊ അവിടെയും ഒന്നുകിൽ അവിടെ അത് സംബന്ധിച്ചൊരു പുനഃസംഘടന ഉണ്ടാവാനുള്ള സാധ്യത ഇതിന് KSUവിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ KSU, യൂത്ത് കോൺഗ്രസ്, KPCC, AICC ഉണ്ട്, മന്ത്രിസഭയുണ്ട്, MLA മാരുണ്ട്. എത്ര മനോഹരമായിട്ടാണ് KC വേണുഗോപാൽ കേരളത്തിന്റെ കളം പിടിച്ചതെന്ന് ആലോചിച്ച് നോക്കും. രണ്ട് വലിയ നേതാക്കന്മാരെന്ന് മാത്രമല്ല, സുധാകരൻ ഇപ്പൊ ആ പക്ഷത്താണ്. പിന്നെ KC വേണുഗോപാലിന്റെ അതൊരു മലബാർ ബെൽറ്റ് എന്നുള്ള നിലയിലേക്ക് മാറി നിൽക്കുന്നു. ശശി തരൂർ ഇനി ഇങ്ങോട്ട് വരില്ല. ശശി തരൂർ ഡൽഹിയിൽ തന്നെ ഇനിയിപ്പം കൂടുതൽ സമയം എൻഗേജ് ആവാൻ ശ്രമിക്കും. ശശി തരൂർ എന്തോ പുറത്ത് വിദേശത്ത് എന്തോ ഒരു പരിപാടിക്ക് പോയിക്കുക. അവിടെ ബെർമിംഗ്ഹാം അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു വിദേശ പര്യടന പരിപാടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, സത്യപ്രതിജ്ഞ ചടങ്ങിൽ എനിക്ക് വരാൻ പറ്റില്ല, അതിനെ വേറൊന്നായിട്ട് തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം Xൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ശശി തരൂർ വന്നില്ലെങ്കിൽ കൊതിക്കറ് വന്ന് വിചാരിക്കും. എന്നിട്ട് നാളെ ഇതേ ആൾക്കാർ മാധ്യമപ്രവർത്തകർ തന്നെയാണ് പറയട്ടോ, നമ്മളൊക്കെ തന്നെ നാളെ പറയും ശശി തരൂർ വന്നില്ല. ഈ ആബ്സെൻസ് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, ഒരാൾ വന്നില്ല, അപ്പൊ അതിന് നമ്മളൊരു നിറം പിടിപ്പിച്ച കഥ കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നരേന്ദ്രമോദിയെ പ്രശംസിക്കാറുണ്ട്. നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ കേരളത്തിൽ വന്ന് ഇനി ഒരു കളിക്കിറങ്ങുന്നില്ല, അതുകൊണ്ട് ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതി സത്യസന്ധമായ ചില കാര്യങ്ങൾ അത് എഴുതി വെച്ച് ഞാൻ അതുകൊണ്ടാണ് വരാത്തതല്ല, വേറൊന്നും അല്ല എന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ ശശി തരൂർ ഇനി ഡൽഹി പൊളിറ്റിക്സിനോടാണ് താല്പര്യം. അവിടെ വലിയ ഒന്നും കിട്ടാനൊന്നുമില്ല, അവിടുന്ന് ഈ പറയുന്ന ഡൽഹിയിൽ നിന്നൊന്നും പുഴുങ്ങിയെടുക്കാനൊന്നും ഇല്ല, എല്ലാം പോയി. ഇപ്പൊ പലരും ഇപ്പം ഈ പറയുന്ന രേവന്ത് റെഡ്ഡി അടക്കം പിന്നെ BJP തെലങ്കാന മുഖ്യമന്ത്രിയായിരിക്കും രേവന്ത് റെഡ്ഡി, ഇവിടെ കേരളത്തിൽ വന്നിട്ട് പോലെ അദ്ദേഹം തന്നെ BJPയിലേക്ക് മാറുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെ നിൽക്കുകയാണ്. BJPക്കാർ പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇപ്പൊ അവിടെ ബംഗാളിൽ BJP മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നല്ലോ. അപ്പം സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് സുവേന്ദുവിന്റെ ഒരു ഇത് കണ്ട്, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു സുവേന്ദു അധികാരി. അപ്പൊ തൃണമൂൽ കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം BJPയിലേക്ക് വന്നപ്പോൾ കണ്ടില്ലേ, ബംഗാളിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരിക്കാൻ കഴിഞ്ഞു. തെലങ്കാനയിൽ അടുത്ത തവണ മറിഞ്ഞിട്ട് BJP ആവാൻ പോവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് രേവന്ത് റെഡ്ഡി സ്വാഭാവികമായിട്ടും ഇതിലേക്ക് മറിയും എന്നൊക്കെ പറയുന്ന വലിയ ചർച്ച നടക്കുന്നു. പ്രധാനമന്ത്രി വിളിക്കുകയും ചെയ്തു, എന്റെ കൂടെ പോരെ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ തുടങ്ങി. അതുകൊണ്ട് ഡൽഹിയിൽ ഇനിയിപ്പം വലിയ പൊളിറ്റിക്കലായിട്ട് പ്രത്യേകിച്ച് കാര്യം നടക്കാനില്ല. അപ്പൊ അങ്ങനെ ഈ സാഹചര്യം എല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അദ്ദേഹം അവിടെ പാർട്ടിയുടെ എന്തെങ്കിലും ചുമതലകളിലേക്ക് പോകാനാണ് ശശി തരൂരിന് താല്പര്യം. അപ്പം വളരെ ഭംഗിയായിട്ട് AICC മുതൽ ഇങ്ങ് താഴെ KSUവിന്റെ വരെ നേതൃത്വ പദവി എന്ന് പറയുന്നത് ഒറ്റ ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും കോൺഗ്രസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. കൃത്യമായി അത് കോൺസെൻട്രേറ്റ് ചെയ്തു. KSU, പിന്നെ യൂത്ത് കോൺഗ്രസ്, KPCC, MLA മാര്, മന്ത്രിമാര് എല്ലാം എത്ര മനോഹരമായിട്ടാണ് ഒരു സ്ട്രീം ആക്കി എടുത്തത് എന്നുള്ളതാണ്. അതാണ് KC വേണുഗോപാലിന്റെ ഒരു ചെറിയ ബുദ്ധിയൊന്നുമില്ല, വളരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് ആ രീതിയിൽ ഈ കോൺഗ്രസിനെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹം AICC അധ്യക്ഷനാകുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ KC വേണുഗോപാലിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നെ ഇവിടെ ആരൊക്കെ എപ്പോഴൊക്കെ മന്ത്രിയാവണം, ആരൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ സ്ഥാനത്തിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സുപ്രീം അതോറിറ്റി, സുപ്രീം പവർ ഇപ്പൊ ഖാർഗെയൊക്കെ ഒഴിയാൻ പോവാണ്. അപ്പൊ ആ തലത്തിലേക്ക് പവർ ഗ്രൂപ്പിന്റെ ശരിക്കുള്ള പവർ അപ്പൊ കാണാം. ശരിക്കും ഇപ്പൊ KC ആണ് പവർ ഗ്രൂപ്പ് അല്ല, പവർ സുപ്രീം പവർ എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.